ഹയർഗുഡ് ഓണേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ മന്ദിരം ഒക്ടോബർ 25-ന് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾക്കും വിജയകരമായ നടത്തിപ്പിനുമായി സംഘാടക സമിതി രൂപീകരിച്ചു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanjangad. പന്തൽ, ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമായി മാണിയാട്ടിൽ പണിതൊരുക്കിയ ബഹുനില കെട്ടിടമാണ് ഒക്ടോബർ 25-ന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ, വലിയപറമ്പ, പടന്ന, പിലിക്കോട്, ചെറുവത്തൂർ, കയ്യൂർ, ചീമേനി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഈ മേഖല. 3000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മന്ദിരത്തിലെ 250 പേർക്കിരിക്കാവുന്ന ഹാളിന് പരേതനായ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഒളവറയിലെ വി ഷാഹുൽ ഹമീദിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഓഫീസും സൊസൈറ്റിക്കായുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടികളുടെ വിജയത്തിനായി പി കുഞ്ഞമ്പു ചെയർമാനായും ഷിബു സെയിൽ ജനറൽ കൺവീനറായും 101 അംഗ സംഘാടക സമിതി രൂപീകരിക്കും. നടക്കാവിലെ ശ്രീപ്രഭ മിനി ഹാളിൽ ചേർന്ന സമിതി രൂപീകരണ യോഗം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ ജവഹർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി നമ്മളായി ചുരുങ്ങുന്ന, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും അല്ലെങ്കിൽ 3 കുട്ടികളും എന്നുള്ള ഒരു ചെറിയ കുടുംബത്തിലേക്ക് നമ്മുടെ മനസ്സ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ വന്ന ഒരാശയം, നമുക്കൊരു തറവാട് വേണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു തറവാട്, നമ്മൾ പണ്ടത്തെ ആ ഓർമ്മകളിലൂടെ നമുക്കൊരു കൂട്ടുകുടുംബമായി ഒത്തുചേരാൻ നമുക്കൊരു ആസ്ഥാന മന്ദിരം വേണം. ചടങ്ങിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഷിബു സെയിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ മുഖ്യാതിഥിയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളിക്കോത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം നാരായണൻ, കെ മധുകുമാർ, മേഖലാ സെക്രട്ടറി ശശി രാംസൺ, വനിതാ വിംഗ് സെക്രട്ടറി ആതിര സുമേഷ്, പ്രസിഡന്റ് ഷൈനി ബിജു എന്നിവർ സംസാരിച്ചു. മേഖലാ ട്രഷറർ വി ജനാർദ്ദനൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.